ഭരണഘടനാ ചർച്ചയ്ക്കിടെ ഡോക്ടർ ബി.ആർ. അംബേദ്കറുമായി ബന്ധപ്പെട്ട് ആഭ്യന്തരമന്ത്രി അമിത്ഷാ നടത്തിയ പരാമർശത്തിൽ പാർലമെന്റിൽ ബഹളം. അംബേദ്കറെ അമിത്ഷാ അപമാനിച്ചെന്നാരോപിച്ചുള്ള പ്രതിപക്ഷ ബഹളത്തിൽ ലോക്സഭയും രാജ്യസഭയും 2 മണി വരെ നിർത്തിവെച്ചു. प्रश्नकाल 321 321 माननीय सदस्य प्रश्नकाल में सहयोग करें। आप कुछ बोलना चाहते हैं? धन्यवाद अध्यक्ष जी। मैं ये कहना चाहता हूं कि कांग्रेस पार्टी ने ബി.ആർ. അംബേദ്കറുടെ പോസ്റ്ററുകളുമായി പാർലമെന്റിന് പുറത്ത് പ്രതിപക്ഷം പ്രതിഷേധിച്ചു. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് ബിൽ സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടാനുള്ള പ്രമേയം ഇന്ന് നിയമമന്ത്രി അർജുൻ റാം മെഘ്വാൾ ലോക്സഭയിൽ അവതരിപ്പിച്ചേക്കും. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ നൽകും. ബൽറാം, 2 മണി വരെയാണ് ലോക്സഭയും രാജ്യസഭയും നിർത്തിവച്ചിരിക്കുന്നത്. ഇക്കാര്യത്തിൽ എന്തെങ്കിലും വിശദീകരണം നൽകാൻ അമിത്ഷാ ലോക്സഭയിൽ തയ്യാറായേക്കുമോ? എങ്ങനെയായിരിക്കും ഇനി 2 മണി തൊട്ട് സഭാ സമ്മേളനം പുനരാരംഭിക്കുമ്പോഴത്തെ സാഹചര്യം? വിജയകുമാർ, നിലവിലെ സാഹചര്യം അനുസരിച്ച് പ്രതിപക്ഷത്തിൻ്റെ ഈ പ്രതിഷേധത്തിന് വഴങ്ങാൻ ഭരണപക്ഷം തയ്യാറല്ല എന്ന് തന്നെയാണ്. കാരണം പ്രതിപക്ഷം ആണ്, അല്ലെങ്കിൽ കോൺഗ്രസ് ആണ് അംബേദ്കറിനെ അപമാനിക്കുകയും അദ്ദേഹത്തിൻ്റെ പേര് ദുരുപയോഗം ചെയ്യുകയും ചെയ്തത് എന്നുള്ള നിലപാടാണ് ഇരു സഭകളിലും പ്രതിഷേധം ഉയർന്ന ഘട്ടത്തിൽ തന്നെ BJP നേതാക്കൾ, കേന്ദ്ര മന്ത്രിമാർ ഉന്നയിച്ചത്. ലോക്സഭയിൽ ഇക്കാര്യം കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മെഘ്വാൾ ഉന്നയിച്ചു. അംബേദ്കറിൻ്റെ ചിത്രം പാർലമെന്റിൽ സ്ഥാപിക്കുന്നത് പോലും കോൺഗ്രസ് എതിർത്തിരുന്നുവെന്നും അംബേദ്കറിനെ അപമാനിച്ചത് കോൺഗ്രസ് ആണ് എന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. അതേസമയം രാജ്യസഭയിലാകട്ടെ കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു പറഞ്ഞത് അംബേദ്കറിനെ 2 തവണ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിച്ച് അദ്ദേഹം പാർലമെന്റിൽ എത്തുന്നത് തടഞ്ഞത് കോൺഗ്രസ് ആണ്. ഇപ്പോൾ അംബേദ്കറിന്റെ പേര് ദുരുപയോഗം ചെയ്യുകയാണ് കോൺഗ്രസ് എന്നുള്ളതാണ്. ഈ സഭ വീണ്ടും സമ്മേളിക്കുന്ന ഘട്ടത്തിലും പ്രതിഷേധം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. ഇക്കാര്യത്തിൽ ഇന്ത്യ സഖ്യം ഒറ്റക്കെട്ടായി തന്നെ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ രാജി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. കൂടാതെ അംബേദ്കറിനെയും ഭരണഘടനയെയും അവഹേളിച്ച ആഭ്യന്തരമന്ത്രി രാജ്യത്തോട് മാപ്പ് പറയണം എന്ന ആവശ്യമാണ് പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്നത്. ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ടായിരിക്കും 2 മണിക്ക് സഭ വീണ്ടും സമ്മേളിക്കുമ്പോൾ പ്രതിപക്ഷം പ്രതിഷേധിക്കുക. എന്നാൽ അതിന് വഴങ്ങാൻ തയ്യാറാകേണ്ടതില്ല എന്നും അംബേദ്കറിന് എതിരായി കോൺഗ്രസ് നേതാക്കൾ, നെഹ്റു മുതലുള്ള കോൺഗ്രസ് നേതാക്കൾ സ്വീകരിച്ച നിലപാടുകൾ നിരത്തി പ്രതിരോധം തീർക്കാനുള്ള ഒരു തീരുമാനത്തിലാണ് ഭരണപക്ഷം ഉള്ളത്. അതുകൊണ്ട് തന്നെ വീണ്ടും സമ്മേളിക്കുമ്പോഴും ഇരു സഭകളും പ്രക്ഷുബ്ധമാകുമെന്ന ഏതാണ്ട് ഉറപ്പാണ്. ഇത്തരത്തിൽ ബഹളം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ ഈ JPCക്ക് വിടുന്ന പ്രമേയം ഇന്ന് വരാനുള്ള സാധ്യത മങ്ങുകയാണ്. വിജയകുമാർ, 2 മണിക്കാണ് ലോക്സഭയും രാജ്യസഭയും വീണ്ടും ചേരുന്നത്. ഈ പ്രതിപക്ഷ പ്രതിഷേധം ഏതായാലും അവസാനിക്കില്ല, തുടരും. അതിന് വഴങ്ങേണ്ടതില്ല എന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട്. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം സമ്മേളനം സുഗമമായി നടക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് അർജുൻ റാം മെഘ്വാൾ ഈ JPCക്ക് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് പ്രമേയം അത് വരാൻ സാധ്യത കുറവാണ് എന്നുകൂടി ഞങ്ങളുടെ ഡൽഹി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്.